അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദുരേശൻ എന്ന ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു. ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ. എന്നാ ഐ ടെൽ യു വൈ. ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ சொல்றது புரியுது உங்களுக்கு? ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക, എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫ്രം ദയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ്. നിങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദ വേ ഹിയസ് എന്താ പറയുക, ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ്, ഇത്രയും വലിയൊരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനെ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കൺഗ്രാജുലേഷൻസ് സാർ. ഇതൊരു വലിയൊരു സ്വിച്ചാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇനി പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി എന്താ പറയുക, ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ ഹവ് മെറ്റ്. ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഉങ്ങളോட പേഴ്സണാലിറ്റി இந்த ക്യാരക്ടർ കണ്ടിപ്പാக இருக்கும். ആൻഡ് കറക്റ്റ് ആണ് സാർ. സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫാന്റാസ്റ്റിക്. സിനിമയിൽ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സ്വാസിക, ഹേഷാം, നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം. ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം, ഇറ്റ് ഈസ് ആസ് ഈക്വലി ഈസ് എ മലയാളം ഫിലിം. എന്നെ സംബന്ധിച്ച് ആവുമെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ கிடையாது. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം, കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ ഉണ്ടായിരുന്നു സാർ. സോ അവർക്കും ഫ്രം കേരള ദേ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ. ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സാർ ഞാൻ ആഫ്റ്റർ 13 years தான் தமிழில் ஒரு படம் நினச்சேன். I had a great time. I know I'm willing to looking forward to work with you. Thank you so much for having me here. എല്ലാവിധ ആശംസകൾ. That's my best wishes to Aishwarya also. I'm looking forward to working with you also in Malayalam and for you also in Tamil Dominica. Thank you so much. Thank you. சுகமான 2 lines மார்னிங்லேருந்து ஈவினிங் வரைக்கும் 2 lines தான். ஸோ நெக்ஸ்ட் டைம் ஒரு 4 lines ஐ வில் ட்ரை. சாரி, வெரி சாரி. மலையாளம் அறியிಲ್ಲ, இஷ்டமான இங்கிலீஷும் கொஞ்சம் இல்லை. ஸோ ஃபாஸ்ட் ட்ரெயின் போகிற மாதிரி டாக்கிங் ஃபுல் ஃபாஸ்ட்டு. ஸோ நான் கேட்ச் பண்ண ட்ரை பண்ண முடியலை. ஃபாஸ்ட். ஓகே சார். சாரி. இட்ஸ் ஓகே சார். உங்களுக்காக நான் தமிழ்ல சொல்றேன். ஆனா எனக்கு தமிழ் இது மட்டும் தான் தெரியும். and I think everybody will help me to translate. my brother. ஆமா, ஓகே. நீங்க ஓகே. my brother ப்ராப்பர்ட்டி மணில. ஓகே. இந்த கதை ஃபர்ஸ்ட் ஓன் ஸ்டோரி தான். ஓன் ஸ்டோரியை விட தமிழ் ஃபேமிலி, ஸோ எல்லாத்துலேயுமே கரண்ட்டில் இருக்கிற ஒரு ஸ்டோரி தான் இது. ஸோ கூடுதலாக எக்ஸ்ட்ரா மை ஃபேமிலி இது இருக்குது. ஸோ அதுதான் நான் இதை லாஸ்ட் ஒரு 1.5 years நான் இந்த ஸ்டோரி பண்ணேன். என்னோட ஆல்ரெடி ஃபஸ்ட்டு மூவி ஸ்டோரி ஹீரோவாக விடுதலை நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அப்புறம் கருடன் நீங்கள் பார்த்துருப்பீங்க. மை ஹீரோ அப்படி தான் சொல்லுவேன் எனக்கு. ஸோ நீங்கள் எல்லோரும் பார்த்துருப்பீங்க. அதுக்கப்புறம்
ஒரு ஃபிலிம் ஃபெஸ்டிவலுக்கான மூவி அவார்டு மூவி கொட்டுக்காளி பார்த்துருப்பீங்க. ஸோ இந்த 3 படமே வேறு வேறு ஜேனலில் இருக்கும். ஸோ இப்போ நெக்ஸ்ட் மூவி பண்ணுறப்ப எனக்கு ஒரு ஃபேமிலி மூவி பண்ண நல்லாயிருக்கும் அப்படின்னு நான் எதிர்பார்த்துட்டு இருந்தேன். பட் எனக்கு அதர் சைடு நிறையா ஸ்கிரிப்ட் வந்துச்சு. பட் எனக்கு நான் எதிர்பார்க்கும் போது கொஞ்சம் நல்லா இருந்துச்சு, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ அது என்கிட்ட ஒரு ஃபேமிலி ஸ்கிரிப்ட் இருந்துச்சு. ஸோ இந்த டேரக்டர் சார் என்கிட்ட ப்ரொடியூசர் மூலமாக என்கிட்ட வந்தாங்க, அவங்க ஸ்டோரி சொன்னாங்க. ஓகே, பட் நல்லா இருக்கு ஒரு ஸ்டோரி, பட் எனக்கு கொஞ்சம் கம்மியாக இருந்துச்சு. அப்போ ப்ரொடியூசர் சொன்னார், ஆல்ரெடி சூரிய சாட்டு ஒரு ஸ்டோரி இருக்குது, ப்ளீஸ் நீங்கள் கேளுங்க அப்படின்ற மாதிரி சொன்னாங்க. நான் ஸ்டோரி சொன்னேன். அவர் பிரசாந்த் டேரக்டர் ரொம்ப பிடிச்சி போச்சு. என்னென்னா எல்லார் லைஃப்லேயுமே இருக்குது. கொஞ்சம் மை ஃபேமிலியில் கொஞ்சம் எமோஷனலான சில விஷயங்கள் இதில் இருக்குது. அப்போ நான் ஸ்டோரி சொன்னோன்னே டேரக்டர் சொன்னார், அண்ணா தேங்க்யூ, இது யுவர் ஃபேமிலி ஸ்டோரி மட்டும் இல்லை, நிறைய எல்லார் ஃபேமிலியிலும் இது இருக்குது, இது ரொம்ப நல்லாயிருக்கும், இந்த ஸ்டோரி பண்ணலாம் அப்படின்னு சொன்னாங்க. உடனே நான் அப்படி தான் இந்த மூவி ஸ்டார்ட் ஆச்சு. Thank you so much, sir. So Ini, the floor is now open for questions by the media people. ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ്. എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാർക്കോടെ എൻ്റെ മാർക്ക് വേണ്ടി പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി, മലയാളത്തിൽ റിലീസായി. പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ്. സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചത്, എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴിൽ റിലീസാവാണ്, ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് சொல்ல முடியாது. பிகாஸ் എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാരും ചെയ്തിട്ടില്ല. ഞാൻ என்ன പറയുന്നത് വെച്ചാൽ யாருமே எனக்காக அப்படி பண்ணுறதில்லை இது வரைக்கும். நீங்கள் അത് பண்ணுங்க, നിങ്ങളത് ചെയ്ത്, അപ്പോൾ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായ ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു തന്നത് இந்த படம் வந்து பெரிய ஹிட் ஆகணும். உங்களுக்கு அது என்னன்னு வெச்சால் யூ ஆர் ஜெனுவின்லி a very good guy and you deserve all the success. and இந்த கதை உங்களோட லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் உள்ள பிரச்சனை வராது சார். உங்களோட லைஃப்பில் ரொம்ப பிரச்சனை